കേരളത്തിലെ വ്യവസായ നിക്ഷേപ രംഗത്ത് വലിയ മാറ്റങ്ങൾക്ക് തുടക്കമിടുന്ന ഇൻവെസ്റ്റ് കേരള ആഗോള നിക്ഷേപക സംഗമത്തിന് കൊച്ചിയിൽ തുടക്കമായി. മുഖ്യമന്ത്രി പിണറായി വിജയൻ സംഗമം ഉദ്ഘാടനം ചെയ്തു. കേരളത്തിലേക്ക് വരുന്ന നിക്ഷേപകർക്ക് ചുവപ്പുനാട കുരുക്കിനെപ്പറ്റി ആശങ്കപ്പെടേണ്ടതില്ല എന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. കേന്ദ്രമന്ത്രിമാരായ പീയൂഷ് ഗോയൽ, സഹമന്ത്രി ജയന്ത് ചൌധരി, പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ, വിദേശ രാജ്യങ്ങളിലെ ഭരണാധികാരികൾ, വ്യവസായ പ്രമുഖർ എന്നിവരുടെയെല്ലാം സാന്നിധ്യം ഉണ്ടായിരുന്നു. സംസ്ഥാനത്തിന്റെ വ്യവസായ നിക്ഷേപ രംഗത്ത് വലിയ മാറ്റങ്ങൾക്ക് തുടക്കമിടുന്ന സമ്മേളനമാകും ഇൻവെസ്റ്റ് കേരള എന്ന ആത്മവിശ്വാസത്തിലാണ് സംസ്ഥാന സർക്കാർ. സമ്മേളനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു. വ്യവസായ സംരംഭകർക്ക് ചുവപ്പുനാടയെപ്പറ്റി ആശങ്ക വേണ്ടെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. കേരളത്തിലെ തൊഴിലവസരങ്ങൾ വർദ്ധിപ്പിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. The government has declared that no investor coming to the state will need to return without investing for the reason of non-availability of land. Government will take special initiatives to make required land available to them. We have a scheme of land pooling for making the same available for prospective investors. ദൈവത്തിന്റെ സ്വന്തം നാട് വ്യവസായങ്ങളുടെ സ്വർഗമാണെന്ന് വ്യവസായ മന്ത്രി പി രാജീവ് ചൂണ്ടിക്കാട്ടി. സ്റ്റാർട്ടപ്പുകൾക്ക് ഏറ്റവും അനുയോജ്യമായ ഇടമാണ് കേരളം. വ്യവസായ മേഖലയിലെ മാറ്റങ്ങൾക്ക് അനുയോജ്യമായ സമയമാണിതെന്നും മന്ത്രി പറഞ്ഞു. കേരളത്തിൽ 31 പുതിയ പ്രോജക്ടുകൾ വരാൻ പോകുന്നതായി കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരി അറിയിച്ചു. പാലക്കാടിനെ വടക്കൻ കേരളവുമായി ബന്ധിപ്പിക്കുന്ന 5 പാക്കേജുകൾ ഇതിൽ ഉൾപ്പെടുന്നു. I am really happy that today already in Kerala we have completed the project costing more than 20,000 crores. And at the same time, the projects which are in the process, the ongoing project, the cost is 60,000 crore. And at the same time, I am very happy to announce some new project for Kerala by taking the chance of this conference. ആഗോള നിക്ഷേപ ഉച്ചകോടിയിലൂടെ കേരളത്തിൽ വരാൻ പോകുന്ന മാറ്റത്തിനായി പ്രതിപക്ഷത്തിന്റെ പൂർണ്ണ പിന്തുണയുണ്ടെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു. പരമ്പരാഗതമായി പ്രതിപക്ഷം എന്നുള്ള നിലയിൽ എടുത്തുകൊണ്ടിരിക്കുന്ന രീതിയിലേക്ക് നമ്മൾ പോയില്ല. അന്നിത് ബോയ്ക്കോട്ട് ചെയ്തു. നമ്മൾ ബോയ്ക്കോട്ട് ചെയ്തില്ല. വന്ന് നമ്മുടെ പ്രസൻസ് ഉണ്ടായി മാത്രമല്ല, ഏറ്റവും പോസിറ്റീവായിട്ടാണ് ഞങ്ങൾ പറഞ്ഞത്. വന്ന ഡെലിഗേറ്റ്സിനും ഇൻവെസ്റ്റേഴ്സിനും ഒരു മെസ്സേജാണ് കേരളത്തിൽ നിന്ന് പോകേണ്ടത്. ഇവിടെ എല്ലാവരും കൂടി ഒരുമിച്ച്, ഞാൻ ആ ഒരു അഷ്വറൻസാണ് കൊടുത്തത്. ഞങ്ങളെല്ലാവരും കൂടി ഒരുമിച്ച് നിന്ന് കേരളത്തെ ഇൻവെസ്റ്റ്മെൻറ്റ് ഫ്രണ്ടിലേക്ക് നിങ്ങൾ ധൈര്യമായിട്ട് കേരളത്തിലേക്ക് പോകുന്നുള്ളതാണ് പറയേണ്ടത്. അങ്ങനെയല്ലേ പറയേണ്ടത്? അത് കേരളത്തിന് വേണ്ടിയിട്ടാണ് സംസാരിച്ചത്. കേരളത്തിന്റെ വികസനത്തിനായി കേന്ദ്ര സർക്കാർ എല്ലാ പിന്തുണയും നൽകുമെന്ന് കേന്ദ്ര വാണിജ്യമന്ത്രി പീയൂഷ് ഗോയൽ വ്യക്തമാക്കി. It's a continuous process and the center and states work together. Government of India under the visionary leadership of Prime Minister Modi is very much concerned that every part of India should develop. It is only when India's states develop that India will develop. And therefore we work in partnership with all the states and we work to develop all of India. കൊച്ചിയിൽ 2 ദിവസം നീണ്ടു നിൽക്കുന്ന ഉച്ചകോടിക്കായി നിരവധി വ്യവസായ പ്രമുഖരും വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള നിക്ഷേപകരും എത്തിയിട്ടുണ്ട്. വിവിധ വേദികളിൽ 28 സെഷനുകളിലായി ചർച്ചകളിൽ 200-ലേറെ പ്രഭാഷകരുണ്ടാകും. 3000-ലധികം ആളുകളാണ് സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത്. കേരള വിഷൻ ന്യൂസ്, കൊച്ചി.